വണ്ടി വന്നേ കല്ലിന്റെ അവിടെ കണ്ണാപ്പിനെ അടിച്ചിട്ടിരിക്കും. എടാ എന്നെ പിറ്റിയാടാ മുതുക്ക് റിപ്പയറിൽ എന്നെ പിറ്റിയാണടാ വണ്ടി ഇട്ടവന്മാര്. പൊട്ടം പറയുന്നത് ഗോള് വരുന്നത്. വെള്ളത്തിൽ പോയി വണ്ടി വെള്ളത്തിൽ പോയി അടി വണ്ടിയാണ്. അവര് വന്നോണ്ടിരിക്കാണ് അവന്മാര്. എടാ ടി വി ഹോൾഡ് വേണ്ട ഹോൾഡ് എന്ന് പറ. അവന്റെ ഹോൾഡ് എന്ന് പറ. ആ സത്താന്മാരെ അല്ല അത് ഹോൾഡിന് ശേഷം മച്ചുവേ ഹോൾഡാണെന്ന് പറഞ്ഞേക്കണേ. ഹലോ എടാ ഹോൾഡാടാ എടാ ഹലോ കേക്കുന്നില്ലടാ. എടാ എന്താടാ ഒരു കാര്യം പറയുന്നില്ലടാ ഹോൾഡാന്ന്. എടാ മൊണ്ണെ ഹോൾഡെന്ന് പറയണ വന്നേ കേട്ടാ. ഞാൻ പിറ്റില്ല മനസ്സിലാടാ മൊണ്ണെ പരമൊണ്ണെ പരമൊണ്ണെ മൊണ്ണെ നീ കൊണ്ടാക്ക് പോടാ മൊണ്ണെ കരയണടാ മൊണ്ണെ. ഹോൾഡ് നീക്കാത്ത ഷൊണ്ണെ അവന്റെ അച്ഛന്റെ അണ്ടി പട്ടിത്താളി പൂറിമോൻ ഇരുന്ന് കൊണക്കണടാ പട്ടിത്താളിയുടെ മോൻ കുണ്ണ. അവന്റെ അടുത്ത് മച്ചാനെ ഹോൾഡ് എന്ന് പറയണെങ്കിൽ അടുത്ത് പോയപ്പോഴത്തേക്ക് അവന്റെ തളെ ഓളി അവന്റെ അച്ഛനായിരിക്കും മുണ്ടച്ചിമോൻ. ഹലോ എന്താ ബ്രോ ഹോൾഡ് എന്ന് പറയാൻ വേണ്ടി പോയതാ അഡ്മിനെ. ഹോൾഡ് എന്ന് പറയാൻ വേണ്ടി പോയതാ. പിന്നെ കൊണക്കേണ്ട ആവശ്യമില്ലല്ലോ അവന്. മനസ്സിലായി അത് സംസാരിച്ചോളാം. ഓക്കെ നിങ്ങള് ആൾക്കാരൊക്കെ ഡൗൺ ആയില്ലേ? ഇതിപ്പോ ഇനി പ്രീവാറാണ് പോകേണ്ടത്. എടാ ഹലോ എടാ ഇനി സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യരുത്. ഓക്കെ പറയണേ. ഇവന്മാർക്ക് മൊണ്ണാണോ ഇവരൊന്നും പറഞ്ഞ് മനസ്സിലാക്ക്. എടാ ഇനി പിറ്റിയല്ലടാ ഇനി കൂതിയെന്ന് അറിഞ്ഞൂടാ തക്കുണ്ണാളെ അവരുടെ സിറ്റിയില് ഉമ്മാനാണ് കളിക്കണേ. ഇല്ല സിറ്റുവേഷൻ ഓൾറെഡി ഇനി പ്രീവാറെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അഡ്മിൻ ഒന്ന് പറഞ്ഞിട്ട് എവിടെ കൊണയായി. എടാ പര മൊണ്ണെ ഹോൾഡറാ മൊണ്ണെ മനസ്സിലാക്കടാ. എടാ പോടാ മൊണ്ണെ ഷൊണ്ണെ കടന്ന് കൊണക്കുന്ന ലീവിയടാ കൊറേ തലക്കകത്ത് തീട്ട വെച്ച് കളിക്കുന്ന കൊറേ കുണ്ണാള്. ഇവന്മാര് തീട്ടമാണോടാ കഴിക്കുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചത്തെ കുറെ മണ്ടന്മാര് കളിക്കുന്ന ഒരു ഗ്യാങ്. സത്യം പറയാലോ അണ്ണാ ഈ സിറ്റുവേഷനെ പ്രീവാറായിട്ട് അടിക്കാൻ പറഞ്ഞ്. ഇത് പ്രീവാറായിട്ട് കണ്ടിന്യൂ പറഞ്ഞു അഡ്മിൻ വന്നിട്ട് ഹോൾഡ് ചെയ്തു. എടാ മുതുക്കി പോണ്ട ഗ്യാങ്ങോസിവാ വള്ളി എടുക്കായി സംസാരിക്കല്ലേ ആ പുണ്ടച്ചോമാരുടെ അടുത്ത് ബോധമില്ലാത്തമാരുടെ അടുത്ത്. ഹെഡ്ഫോൺ അറിയാൻ ചെയ്യാക്ക. എനിക്ക് കുറച്ച് ഞാൻ കുളം വന്നിരിക്കുകയാണ്. ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. തീട്ടം ഭക്ഷിക്കണ കൊറേ വാണങ്ങള്.
ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുണ്ണകളെ കണ്ടിട്ടില്ല ഞാൻ ഒരു ഗ്യാങ്ങിലും, സത്യം പറയാലോ. അതായത് എടാ ഹോൾഡ് ആണെന്ന് പറയാൻ പോയപ്പോഴത്തേക്കും അവൻ മറ്റേ ഇരുന്ന് വിട്ട് മറ്റേ അവന്റെ വണ്ടി തൊട്ട് അവൻ ഇത് കരയാണ്. വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ കണ്ടന്റ് ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, മനസ്സിലായോ? അതാണ് അവന്മാരുടെ മെയിൻ ടാർഗറ്റ്, അല്ലാതെ വേറെ എന്തിന് പറയാണ ഇതൊക്കെ, എന്തിന് പറയാ ഇതിന്. നിന്റെ വലിയ കൂട്ടുകാരന്മാരല്ലേ? എന്റെ ഒരു അയ്യോ എനിക്ക് ചിരി വരുന്നത്. നീ ഇച്ചായ വിളിച്ചോണ്ടിരുന്നല്ലേ അവരെ? ആരാ പറഞ്ഞല്ലേ നിന്റെ അടുത്ത്? അണ്ണ ഇത് അതല്ല അണ്ണ പറയണേ, ഇത് അതല്ല. ഇത് യവന്മാർ തീട്ടോണ് ഭക്ഷിക്കുന്ന കുറച്ചു നാളായിട്ട് ഗൺപവർ കൂടാൻ. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാനും ഇപ്പൊ എടാ നീക്കൊരു കാര്യം, ഇവന്മാരിവിടെ വരാൻ നേരം നമ്മുടെ അടുത്ത് ഓൾറെഡി ചോദിച്ചതല്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവന്മാര് വരുന്നതിന്. നമുക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് നമ്മള് ഇതാക്കിയതാണ് ഇവരെ. അതല്ല ഞാനേ ഹോൾഡ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്ത എന്റെ ഗാഗിൽ ഞാൻ ചെയ്ത കാര്യം പറയാം. അവിടെ ഹോൾഡ് എന്ന് മുകളിൽ എത്തിയിട്ടപ്പോഴത്തേക്കും ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എടാ എല്ലാവരും ഹോൾഡ് ആക്കി, മുകളിൽ ഹോൾഡർ ഉണ്ട്. അപ്പൊ ഈ തീട്ടം ഭക്ഷിക്കുന്ന വാണങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വണ്ടി പിറ്റിയാണ്. ഇവര് മണ്ടന്മാരെ പോലെ കാണിക്കണ്ടായോ, ഐഡിയലാണ് അവന്മാർ ആ ഗ്യാങ്ങിലുള്ളവന്മാർ. എന്നിട്ട് ഞാനിത് പറയാൻ പോയ ഞാൻ സൗമ്യതായിട്ട് പറയാൻ പോയി മച്ചാനെ ഹോൾഡ് ആണെന്ന്. ഞാനിനി ട്രിഗർ ആകത്തില്ല, ഞാനിനി വാൻ മേടിക്കത്തില്ല. പറയുന്നേക്ക് അണ്ണാ ഞാൻ ഹോൾഡ് മച്ചാനെ ഹോൾഡ് എന്ന് പറയുമ്പോ ഫ്രസ്ട്രേറ്റഡ് തള്ള ഓളി അവരുന്ന് കൊളക്കണ അതിന്റെ അകത്തിരുന്നിട്ട്. അണ്ണാ ഞാനേ അണ്ണാ നമ്മളെ ഈ സിറ്റി കിടന്ന് കൊറേ കളിച്ചിട്ട് നമുക്ക് ബാനൊന്നും കിട്ടിയിട്ടില്ല. ആസാം നമുക്ക് ഞാനൊന്നും പറഞ്ഞില്ല അമ്മരെ, ഒന്നും പറഞ്ഞില്ല. എല്ലാം പുറത്ത് പറയണ എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഹലോ ഹലോ എന്നാ വിളിക്കണേ? എനിക്കങ്ങനെ ഞാൻ കുടുംബത്തല്ലേ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഓർമ്മ ഇനി ഇവിടെ ഫയറിംഗ് സിറ്റുവേഷൻ ആയിട്ട് ഒന്നും ഇതാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രീ വാറിലേക്ക് തന്നെ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ നമുക്ക് ചെവിയുണ്ട് ബ്രോ, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്. നമുക്ക് അതിനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഓക്കെയാണ്. ഇത് മനസ്സിലാകത്തടുത്ത് പറഞ്ഞു നമ്മൾ ഓക്കെയാണ്. അവിടെയും പറഞ്ഞിട്ടല്ലേ നിങ്ങളോട് ഒന്നുകൂടി വന്ന് വെരിഫൈ ചെയ്തതാ. ഓക്കെ അല്ലല്ല ഇനി വേറെ ഇനി പ്രീവാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോ കുണ്ണത്തരം പറയുന്നൊന്നും നോക്കിക്കോണേ ബ്രോ. നമ്മളോട് സംസാരിക്കുമ്പോ അല്ല നമ്മളോട് സംസാരിക്കുമ്പോ അതിന്റേതായ ലാംഗ്വേജ് നമുക്കിത് മടുത്തതുകൊണ്ട് തന്നെ പറയണത്, വേറെ ഒന്നും കൊണ്ട് പറയണതല്ല. അത് വിളിച്ച് നമുക്ക് ഇതിന്റെ പുറകിലിരിക്കും. ഞങ്ങളിപ്പോ നിങ്ങൾ വന്ന കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഞങ്ങൾ മര്യാദക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾ ഇനി പോയി അവിടെ പോയി നേരെ അടിക്കാനൊന്നും താല്പര്യമില്ല. നമ്മൾ പ്രിയറായിട്ട് ഇതാക്കാം. അവരിതിന് ഇത് വെക്കണം. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് ഞങ്ങൾക്ക് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കാം. ബ്രോ നമുക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ബ്രോ. നമുക്ക് നമ്മളിങ്ങനെ വെറുതെ മറ്റേ ഒരുമാതിരി സിറ്റിയില് കുറെ നാളായില്ലേ ബ്രോ നമ്മളും കളിക്കുന്നത്. അവരും കുറെ നാളായില്ലേ കളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ബേസിക്സ് അല്ലേ. ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഇത് വരും ബ്രോ, ദേഷ്യം വരും നമുക്ക്. അതിന്റെ ഇത് പറഞ്ഞാണ്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ രീതിക്ക് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ. അണ്ണന്റെ 25 ദിവസം ബാനേ. അഡ്മിന്റെ അടുത്ത് ആ കുണ്ണകളോടൊന്നും ചന്ദ്ര ഇത് ലാസ്റ്റ് ആയിരുന്നേ. ഇനി എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇനി എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലേ. എവിടെ വേണേ കൊണ്ടോ ഒരു ലീഡറായിട്ട്. എന്റെ ഞാൻ ഇനി അങ്ങനെ മീറ്റിംഗ് നമ്മുടെ പിള്ളേരുടെ ഇത്രേ ഉള്ളൂ. ഈ തല്ലുകൊണ്ട കണ്ണാപ്പിക്ക് എന്ത് അവന് ഫുഡ് ഷവർമ കഴിക്കാൻ പുറത്തു പോണോ? ഷവർമ കഴിക്കാൻ പുറത്തു പോണോ? അറുപതിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്ര ഒന്ന് കണക്ട് ചെയ്തിട്ട് വാടാ പ്ലീസ്. ഹലോ എടാ എപ്പോഴാ പ്രീവാറിന് എപ്പോഴാ?
വെയിറ്റ് ചെയ്യ ചന്ദ്ര, ഇതൊന്ന് കഴിഞ്ഞോട്ടെ ചന്ദ്ര. ഏത് നമ്മള് പുറത്തൊരു കാര്യം നോക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മതി ചന്ദ്ര, ഇന്ന് വേണ്ട. ആ ബ്രോ നമ്മുടെ നോക്കിക്കോ, നമ്മള് ഹോൾഡല്ലേ. ചന്ദ്ര വല്ല മനസ്സിലാവുന്നുണ്ട്, എനിക്കത് മനസ്സിലാവല്ല. ഇത് മനസ്സിലാവില്ല, ഇത് ഏത് ലാംഗ്വേജ്? ലാംഗ്വേജ് എന്ത് ലാംഗ്വേജ്? ഏത് ഭാഷ? തീട്ടം ഭക്ഷിക്കുന്നവരായോണ്ടായിരിക്കും പറയണമെന്ന് മനസ്സിലാവുന്നില്ല. ഹലോ ഭാഷ എന്ത് പറഞ്ഞു? സമാധാനം. അയ്യോ, ഒരു മഴ പെയ്തങ്ങ് തോറുന്നു. അണ്ണാ അവന്മാര് ഇതാണ് ഭക്ഷിക്കുന്നത് ഉറപ്പായി. കണ്ടി അങ്ങനെയാണ് എല്ലാം കേട്ടാ. എടാ പട്ടികളെ നിണ്ടായിരിക്കും, കൊതിക്കുന്ന പട്ടികളെ നിണ്ടായിരിക്കും. നിനക്കൊക്കെ വല്ല മനസ്സിലാവുണ്ടത്? ആരും ബാന് വാങ്ങിട്ട് വരല്ലേ? ബാന് വാങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ നാട്ട് കിട്ടും. ബാക്കി കണ്ടിന്യൂ. അപ്പുറത്തൊന്നും കേൾക്കൂല, ഇപ്പുറത്ത് ബേളം കാരണം. ഞാനേ എടാ റേഡിയോയിൽ വന്നാ റേഡിയോ എല്ലാരും അവിടെ കിടന്ന് ചെലക്കുവായിരുന്നു. ഒന്നും മനസ്സിലാവില്ല. നീ അവിടെ കിടന്ന് വല്ലതും പറഞ്ഞു അവന്മാർ വല്ല ആര് പറയുന്നു? ഞാൻ പറയുന്നൊന്നുമില്ല, ഞാനൊന്നുമില്ല. ബാക്കിയുള്ള തിരിയരുത്. അമ്മാര് എന്നെ കിടന്ന് മറ്റേ ആളാറാണ് ഒന്നും പറയാതെ. കൊച്ചു പിള്ളേരെ പോലെ ഇത്രയും വിഷമം. നിന്റെ തലടാ പറഞ്ഞ ഇപ്പൊ കാട്ടിയാ കുണ്ടേ കേരള ഇപ്പത്ത് അങ്ങനെ പറയുന്നുണ്ട്. ഇത്ര നേരായിട്ട് പറയണ്. അതിന്റെ അകത്ത് പറഞ്ഞോണ്ടെന്നാ എന്തിനാ ഇത്? റേഡിയോ കൊറേ റേഡിയോ വാരിയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഹലോ ഹലോ വന്ന എല്ലാരും? അപ്പുറത്തിന്റെ ആരില്ലല്ലോ. ഞാൻ കാര്യം ചെയ്യട്ടാ, ആ റേഡിയോക്ക് പറഞ്ഞ് ജയിച്ചാ മതിയാ. അടിച്ചു ജയിക്കാൻ നോക്ക്. അതേ മറ്റേ ഇതിന്റെ അകത്തിരുന്ന് കുണക്കാതെ ചുമ്മാ അടന്ന് ടാറാ മൈരിയ പറഞ്ഞ കയറേ. എടാ പ്രീവാർ റെഡി ആക്കിയേ, ബാക്കി പുറത്തുള്ളടുത്ത് കയറാൻ പറഞ്ഞേ. കാരണം എന്താ പറയാ, അവിടെ ഉണ്ടോ മാർക്ക് ഇടാൻ വേണ്ടി? ആ ഫാക്ടറി കൂടെ റൈറ്റ് ഇത് ചെയ്യാൻ പറ്റൂടോ അവർക്ക്? എന്റെ ബാക്കിൽ വരാൻ പറ്റുമോ? അങ്ങനെ വരാം. അതാ പറഞ്ഞത്, ഇങ്ങനെ ഒന്ന് എക്സ്പോസ് ആവാൻ നിന്ന് ഒന്ന് വന്നേ. ഫ്രീ ഷോട്ടാ ടയർ. ഒന്ന് മാറി നിങ്ങളൊന്ന് കവർ എടുത്തിരുന്നേ. ഇവിടെ വന്നിക്കുക നിങ്ങൾ. ബാക്കിയുള്ള അവിടെ നിന്ന് പോയി ഇരുന്നടാ. ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈ വണ്ടി മാറി റോഡ് അടുക്കിക്കാതെ ഇത് നമ്മളോട് വേണോ? ഹലോ, അകത്ത് കയറി നിങ്ങൾ അതിന്റെ അകത്ത് കയറിക്കോ. ഇതിന്റെ അകത്ത് കയറാ. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അവരെ പണിയ സ്ഥലം ലൊക്കേഷൻ വേണ്ട പോന്ന്. എടാ പട്ടികളെ അകത്തോട്ട് കയറാ. എടാ അതിന്റെ അകത്ത് നിക്കാന്നാണ് അവൻ പറയണേ. ഈ വണ്ടി എടുത്തൊന്ന് മാറിക്കോ. ഇവിടെ ഏതോ ചന്ദ്രനുണ്ട്, ഇറങ്ങണോ? മാറി അണ്ണാ മാറി ഇച്ചായറ്റ് ചക്ക എന്നാ ഒന്ന് പിക്ക് ചെയ്തോണേ. ലൊക്കേഷൻ ഇട്ട് ചൊറിയടാ. ലൊക്കേഷൻ എവിടാന്ന് ചോദിയോ? ലൊക്കേഷൻ എവിടാന്ന് തിരിച്ചോണ്ടിരിക്കും. അല്ലെ ഇപ്പൊ ഒരു 3 ടാപ്പിൽ ഒരു പിക്ക് എടുക്കും ഞാനിവിടെ. നമ്മുടെ ചത്ത് വീണല്ലേ ഇവിടെ. ഞാൻ ഇന്ന് തന്നെ ഡിസ്മെല്ലിടും. ഞാനപ്പൊ തന്നെ ഗ്യാങ് ബാബുന്റെ പേരിൽ എഴുതി വെച്ചിട്ട് അവരുടെ ചാറ്റിൽ പോയിട്ട് ഹാഷ്ടാഗ് പോകും. ആരെ ചത്തോട്ടെ ഇറങ്ങിപ്പോട്ട്.
ഹെലിയിലൊറ്റ മെറ്റുണ്ട് കേട്ടോ. നമ്മുടെ ഈ പ്ലാനൊക്കെ തീർന്നാ കേട്ടോ. നീ എന്തിന് വിചാരിച്ചത് ഇതൊക്കെ? എടാ നോക്കണേ, ഇത് പെതുക്കെ വരും കേട്ടോ. അത് ഭയങ്കര ഇതായിരിക്കും കണ്ടോണേ. 2 മിനിറ്റ് റെൻഡറിംഗ് ടൈം ആണ്. ഇത്തിരി വെയിറ്റ് ചെയ്യണേ. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ 4 മിനിറ്റ് എന്ന് പറയും. അങ്ങനത്തെ ഒരുത്തം വരാം. അതെ, പിന്നെ നമ്മൾ പ്ലാൻ മാറ്റുവാണെങ്കിൽ അതുകൊണ്ട് ഒന്ന് റെൻഡർ ആവണ്ടേ. അയ്യോ ക്രാഷ് ആയി ഒരാൾ. പറഞ്ഞിട്ട് വരുമ്പോ അല്ലേ 2 മിനിറ്റ് എടുത്തോണ്ടല്ലേ? അതെ അതെ, വേണമെങ്കിൽ വരും ആൾക്കാര്. ഇവിടെ കുത്തിയമാര് മരണം കുത്തണമെന്ന് മാത്രമേ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇവിടെ കുത്തിയ നമുക്ക് അത്ര എളുപ്പം വന്നാ നമുക്കൊരു 10 പേർ കത്തിപ്പോയാലും ഇവിടെ നിന്ന്. നീ അമ്മര് പറയും ദൂരേന്ന് കണ്ടെന്ന്. ഇനിയിപ്പോ വീണ്ടും പറയേ 2 മിനിറ്റ് വരുന്നുണ്ടത് എങ്ങനെ പറഞ്ഞേ? മൂവ്മെന്റ് ഇവിടെ ഇരുന്ന് അന്നേരം പറയാം. അത് കണ്ടെന്ന് പറയേ. അവിടെ സക്കാ പോ. കേറ്. പിക്കോല കിട്ടിയാടാ. ബാക്കിൽ നേരം മോളി കുത്തിക്കോടാ. ആ മലയുടെ മോളി കുത്തിക്കോണെങ്കിൽ മോളി കുത്തിയാ മരൂമ്പി. നമ്മള് മോളി കുത്തിയാ മരൂമ്പി. എടാ അമർ ഇവിടെ വരുവേ. എടാ എന്റെ മാർക്ക് ഉണ്ടോ? അതായത് 722ന്റെ ബാക്കില്. എടാ അപ്പത്തോടെ കയറത്തുള്ളൂ കേട്ടോ. വണ്ടിയുടെ കവറിട്ട് അടിക്കേ. വേണമെങ്കിൽ ആ റിഞ്ചിൽ വണ്ടിയുടെ കവറിട്ട് അടിച്ചോ. ഇറങ്ങി അടിച്ചോ. ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി. ഞാൻ ഓപ്പണില്ല. ആരെങ്കിലും ഇല്ലല്ലോ. പന്നിവിട്. ഒരു സ്ഥലത്തെ സപ്പോർട്ട് മാർക്കിലോട്ട് ഓടി വാ. കൊടുത്തുവിട്. കളിച്ചുവിടെ. ഓ നമ്മുടെ ആളെ.
എന്താടാ 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 നീയൊക്കെ പറഞ്ഞേ ഒലത്തു വന്നാ നീയൊക്കെ ഒലത്തു തപ്പിട്ട് വരാവേ. പരമണ്ണേ പറഞ്ഞില്ലേ കുണയ്ക്കാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ എന്താടാ മോനെ വയ നിറഞ്ഞോ കുട്ട നിന്റെ വയ നിറഞ്ഞോ മകി തരട്ടാ എല്ലാരെയും തൂക്കടാ എല്ലാരും തൂക്കടാ വണ്ടി ഇവിടെ ഇട്ട് വരുവേ ഒരെണ്ണത്തിന് ടയറില്ല ഇതിന്റെ താഴെ വണ്ടിട്ടാ എടാ ആ വാ 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 പറഞ്ഞില്ലേ പറഞ്ഞില്ലേ മോനെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എന്തൊട്ടാക്കവേ എന്തൊട്ടാകണ അല്ല കൂട്ട അല്ല നെല്ലോട് കടയാടാ പാട്ടി പുണ്ടാച്ചി നിനക്ക് കൊണക്കണോ അല്ലേ നിനക്ക് നിനക്കൊക്കെ കൊണക്കണോ അല്ലേ നിനക്കൊക്കെ നിനക്കൊക്കെ ഒലത്തണം മറ്റേ ഡൗൺ ആക്കിട്ട് കിടന്ന് ഡാൻസ് കളിക്കണം എല്ലാരും ഒന്ന് ബോഡി കൊണ്ടുവരണം പ്രതികാരം കിട്ടിയോ എന്തൊരു കഴപ്പല്ലേ അയ്യോ എന്താ എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്. എടാ ഒരു ആംപ്ലിഫയർ വായിലുള്ള ഒരു തൊണ്ടടാ അവന്റെ കോണ ഏക്കണ ഇടിച്ചവന്റെ വായ കീറാൻ തോന്നുന്നു പണ്ണി വിട്ടങ്ങ് വാസൊക്കെ ഇവിടത്തെ നമ്മൾ അടിച്ചു കൂട്ടിയായിരുന്നേ ആര് പെടുത്തത് കണ്ടായിരുന്നു ഒരുത്തൻ തീ കൊണ്ട് ഞെട്ടി ആളുണ്ടോ 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 ഇവിടെ എവിടെയെങ്കിലും ആളുണ്ടോ എടാ എടാ ഓൾഡർ എടാ 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 എമ്മര് ഓൾഡർ ഒന്നും ഇട്ടായിരുന്നടാ പിയ എടാ എടാ ഓൾഡർ ആണോ ചോദിച്ചടാ ഒന്ന് എടാ നീയൊക്കെ വിട്ട താളത്തിന്റെ 1% കഴിവുകൾ നീയൊക്കെ വെടിവെച്ച് കാണിക്കണം പട്ടി പൂറി പോമാരെ ബ്രോ ഹെൽമെറ്റ് വെച്ചില്ലേ കളിക്കാനകത്ത് എന്ത് പറ്റി ഹെൽമെറ്റ് വെക്കാനാണോ മരിച്ചത് അവിടുത്തെ അടിവീരന്മാരും പറഞ്ഞില്ലേ ഹെൽമെറ്റ് വെക്കണമെന്ന് ആരിത് എടാ ഇതെന്താടാ ഹെൽമെറ്റ് ഒക്കെ നേരത്തെ മരിച്ച് നോക്കി എന്റെ കയ്യില് എടാ നോക്കിയടാ ഹെൽമെറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തില്ല ആരും അവിടെ നമ്മളെ ഡയലോഗ് അടിച്ചൊരു എന്റെ ഫ്ലോയിൽ വരുമ്പോഴത്തേക്ക് കഴിവറുമ്പോ നമ്മുടെ കയ്യിൽ ഓട്ടോമാറ്റിക് ഡിഫോൾട്ട് ആയിട്ട് വരും നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണം ഞാൻ കൺട്രോൾ ചെയ്ത് സംസാരിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല അടുത്ത ഗാംഗിൽ പോകും 2 ഗാംഗിൽ വേറെ ഗാംഗിൽ ഒരു സെക്കൻഡ് ഒന്ന് എടാ ഒന്ന് എണ്ണിയോടാ ഒന്ന് വൾഗർ ലാംഗ്വേജാ ഞാനാ ഞാൻ വൾഗർ ലാംഗ്വേജിൽ പറഞ്ഞാ ഞാൻ പറഞ്ഞ കേസ് വല്ലതും അല്ല എനിക്ക് അറിവടത്തില്ല വാസോന്റെ അടുത്ത് പറഞ്ഞാണ് അങ്ങനെ വിളിക്കലെന്ന് എടാ ഐജില് പോയാ എടാ അതില് ഒരു ഞാൻ സംസാരിച്ചോടാ എടാ
എടാ തീട്ടാൻ തിന്നണമാരെ ഞാൻ നിന്റെ അടുത്തൊക്കെ മലയാളത്തിൽ അവിടെ ഹോൾഡ് ഇട്ടപ്പോഴത്തേക്കും നിന്റെ അടുത്തൊക്കെ മുതുക്കിൽ ഞാൻ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുണച്ച കുറെ പട്ടികളുണ്ട്. എനിക്ക് ആരും തരണോടെ എനിക്ക് മലയാളത്തിലോട് പറഞ്ഞ എടാ ഹോൾഡ് ഇട്ടേക്കാണെന്ന്. അപ്പൊ കുറച്ച് വണ്ടി ഇടിച്ച് ഒലത്തി വണ്ടി ഇടിച്ചപ്പോ ഒരഞ്ഞു പോയി. ആരെ സാധനം ഒരഞ്ഞത് വണ്ടി ഇടിച്ചപ്പോഴത്തേക്കും? എടാ തീട്ട തിന്നണ മരം മാന്യായിട്ട് സംസാരിക്കുമ്പോ തിരിച്ച് അതുപോലെ സംസാരിക്കാൻ പഠിക്കാദ്യം കേട്ടാ ബാക്കി പിന്നെ മനസ്സിലായ അതെങ്കിലും മിനിമം പഠിക്കാദ്യം ബേസിക് ആയിട്ട് നീയൊക്കെ. എന്റെ ഡിൽഡോ ഡൊമിനിക്കിനെ എവിടെ? ഞാൻ വേറൊന്നും പറയുന്നുള്ളൂ. ഇവന്മാരുടെ അടുത്ത് എടാ എല്ലാരും ചിരിച്ചാടാ വന്ന് എല്ലാരും ചിരിച്ചാടാ. കുക്കറായിട്ട് പോയെന്നാ കേട്ടപ്പോ. ഞാൻ രണ്ടു പറഞ്ഞോട്ടെ. ഹലോ കൊമ്പാച്ചനെ കണ്ടിട്ടോ? അവനായിരുന്നു വലിയ കഴ. എടാ ഒഴിച്ച് കത്തിക്കടാ. എടാ ഒഴിച്ച് കത്തിച്ചിടാ. എടാ സ്റ്റീവെ മൈര മരിക്കാം സാറേ നീ എന്തിട്ടേക്കണേ? അണ്ണ സംസാരിക്കാൻ പോവല്ലോ. ഇത് ഞാൻ പോയി കഴിഞ്ഞത് സംസാരിക്കുള്ള കാര്യം സംസാരിക്കും. ഈ സിറ്റുവേഷൻ വെരി അൺവാണ്ടഡ് സിറ്റുവേഷൻ ഇത്. അപ്പൊ ആ രീതി സംസാരിക്കണമെങ്കിൽ അമ്മര് പോട്ടെ. അണ്ണൻ കൂടി പോ. ഞാൻ പോണില്ല. എനിക്ക് ഞാൻ പോയിട്ട് ഇനി ഞാൻ കൺട്രോൾ ചന്ദ്ര അവര് സംസാരിക്കാൻ വരൂല മിക്കവാറും. എന്താ പറയാ ഉണക്കൂല തോറ്റതല്ലേ. എടാ അവന്മാര് കൊണക്കൂലെന്നാ നീല. അവന്മാര് ഇനി ഒരു 100 പ്രാവശ്യം തോറ്റാലും അവന്മാര് കൊണക്കും. അത് വേറെ അങ്ങനെ ഒരു സാധനം ഇല്ല. ഈ മിനിമം ഉളുപ്പ് നാണം എന്നൊക്കെ പറയണത് എല്ലാവർക്കും കിട്ടുന്ന സാധനം അല്ല നീല. ഇവന്മാരുടെ ഇപ്പോഴത്തെ താളോടി കേട്ടാല് ഇവന്മാര് നമ്മളെ 20 തൊട്ട് അടിച്ചതുപോലെയാ. അപ്പൊ നീ അവന്മാര് താളടിക്കത്തില്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ചെന്നിട്ട് ഞങ്ങളൊരു വാറ് കളിച്ചായിരുന്നു. നിങ്ങളുടെ കുറച്ച് പേര് ഡൗൺ ആയി. പക്ഷെ നമ്മുടെ മൊത്തം ഡൗൺ ആയി. ഞങ്ങൾക്ക് ഇത് വാറായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം. നിങ്ങൾക്ക് എന്ത് സൗകര്യം ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളവര് മനസ്സിലായ. അല്ലാതെ നീ വിചാരിക്കണത് പോലെ അങ്ങനെ സംസാരിക്കാൻ പോകാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യും. എടാ ആരൊക്കെയാ വരുന്നേ മീറ്റിംഗിന്? ആരൊക്കെയാ വരുന്നേ? കണ്ണാപ്പി ഇല്ലല്ല സ്റ്റീവിന് ഇവിടുത്തെ വിളിച്ച് പറഞ്ഞു. എടാ കണ്ണാപ്പി ലോലിന് പറഞ്ഞല്ലോ. വേറെ ആർക്കടാ? വേറെ ആര്? ജുഗുറു പറഞ്ഞ. ഓക്കെ ജുഗുറു. ഓക്കെ അപ്പൊ 4 പേരായില്ലേ? വന്ന് ഹെലി കയറ്. പോയത് കണ്ണപ്പേ അര പഠിക്കണേട്ടാ. എന്താ പാ കൈയാണ് സിറ്റുവേഷൻ. നിന്നെ സിറ്റി കാണുന്നവരെല്ലാരും ചിരിക്കും. മനസ്സിലായോ? നിന്റെ സിറ്റി ഏതവന്മാര് കണ്ടാലും നിന്നെ ചിരിക്കും. നീ ഇന്നത്തെ സിറ്റിയിലൊരു കോമാളിയാണ്. അത് മനസ്സിലാക്കി ജീവിക്കണം. മനസ്സിലായോ? നീ അത് മനസ്സിലാക്കി ജീവിക്കും. കഴിവില്ലാത്ത കൊമ്പൻ ചിരി കേട്ട. അയ്യോ വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റേത്?
അപ്പൊ പോയിട്ട് വരണ്ടടാ ഉപ്പാ. നമുക്ക് വേറെ പരിപാടി ഉണ്ട്. നിന്നെ പോലെ മറ്റേ ഈച്ച അടിച്ചിട്ട് മറ്റേ ഉപ്പ പിള്ളേർക്ക് മെസ്സ് അടിക്കല്ല നമ്മുടെ പരിപാടി. നമുക്ക് വേറെ പരിപാടി ഉണ്ട്. പോയിട്ട് വരണ്ടടാ. കേറ് അണ്ണാ കേറ്. ഇല്ല ജിഗുരു വന്ന് കേറിയാന്ന് അറിഞ്ഞു. ഇവിടെ അങ്ങനെ ഇല്ല. ഈ ഓർഡറിന് ഇടുന്നില്ല. വാസണ്ണ അമ്മ നല്ല ട്രിഗർ ആക്കോണ്ട. തെറി വിളിക്കല്ലേ എന്റെ വാസണ്ണ. ഞാൻ പടമണ്ടിയിൽ നിന്ന് കേറില്ല. നീ എന്നെ ഒന്ന് കൊണ്ടുപോയി നോക്കിയേ. എന്നിട്ട് എന്താ ആദ്യം ഒന്ന് കൊണ്ടുപോകും. 15 മിനിറ്റ് മിനിമം കൊടുക്കണം. ഓക്കെ അതൊന്ന് കറക്റ്റ് അതങ്ങ് കൊടുത്താൽ മതി. അപ്പൊ അത് നമ്മുടെ പ്ലാൻ ഇതായേ. മെക്കാനിക്ക് എന്തൊരു സുഖമാണ്, എന്തൊരു സുഖമാണ് എന്റെ. അയ്യോ എനിക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന സുഖമൊക്കെ ഉണ്ട്. കാറോടെ ചേച്ചിട്ട് സൂചിച്ചാ മതി. ആ വറോടെ ഇച്ചിട്ട് ചോദിക്കാം. എന്നാ ഇരുന്നിട്ട് ജസ്റ്റ് ചിരിച്ചാൽ മതി കേട്ടോ. ടി ഡി പോയി സിറ്റുവേഷൻ ആട്ടോ അവന്മാരായിട്ട്. പ്രത്യേകിച്ച് വള്ളി എടുക്കേണ്ട ആവശ്യമില്ല. മീറ്റിംഗ് ഏരിയയിലോട്ടാണോ എല്ലാരും ചിരിക്കണം അവന്മാര് വരുമ്പോ. ഇരുന്ന മീറ്റിംഗ് ഏരിയ എല്ലാരും ഇവന്മാര് വരുമ്പോഴത്തേക്ക് ചിരിക്കണേ. ഇവന്മാര് വരുമ്പോഴേ ഇരുന്നൊക്കെ ചിരിക്കണം. മനസ്സിലായോ? നമ്മളിത് എങ്ങോട്ടാ പോണേ? എവിടെയാണ മീറ്റിംഗ് ഏരിയ? ലെഫ്റ്റ് എവിടെയാണെന്ന് തോന്നുന്നു. ലെഫ്റ്റ് എവിടെ? നേരെ ലെഫ്റ്റ്. ഇത് തന്നെ അവന്മാര് വാറ് വിളിച്ചോണ്ടാ അക്സെപ്റ്റ് ചെയ്തോ അവന്മാര്? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അങ്ങോട്ട് പോവാ അവരുടെ കൂടെ. മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്ത് വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. ഡൽഹിയിലേക്ക് വന്നിപ്പോണ്ട്. ഡ്രാഗനായിട്ട് കൂട്ടിയിടിച്ച്. ഇല്ല പൊളിച്ചില്ല. ഒറ്റയ്ക്ക് വന്നേട്ടോ, കൊമ്പം വന്നില്ല തോന്നേട്ടാ. ഏതോ ഒരു പയ്യനെ മാത്രം പറഞ്ഞു വിട്ടേട്ടാ. അണ്ടാ ഒരു പയ്യനെ മാത്രം പറഞ്ഞിട്ടാ പറഞ്ഞു വിട്ടേട്ടാ. ഇല്ലല്ല വന്ന് ബാക്കിയുള്ളവരെ വണ്ടി വിളിച്ചു തോന്നേട്ടാ. ഞാൻ കൂളാണ്. അത് കൊള്ളാടാ ജിഗ്രു. അവന്മാരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടിയിലാണ്. ഒരു കാര്യം പറഞ്ഞായിരുന്നു അവന്മാര്. 30 സെക്കൻഡ്. ഓക്കെ സംസാരിക്കും സാർ. അണ്ണാ ഞാൻ കാര്യം പറയട്ടെ. അണ്ണാ ഈ ഒരുത്തന്റെ അടുത്ത് ഇല്ല ഞാൻ പറയട്ടെ, ഈ ഒരുത്തന്റെ അടുത്ത് ചിരിക്കണോ അണ്ണാ? എടാ ചോദിക്കട്ടെ, എടാ മിനിമം സിറ്റുവേഷൻ ഉള്ളവരെ കൊണ്ടുവരണോടാ അണ്ണാ. അത് മിനിമം സിറ്റുവേഷൻ അല്ലല്ലോ. ജിപ്സി വെറുതെ വൾഗറാക്കല്ല. ഞാൻ കൂടെ ഡീൽ ചെയ്യാം. എടാ നിന്റെ കൂടെ ഉള്ളവന്മാരൊന്നും വന്നില്ലേ? മീറ്റിംഗ് ഉണ്ട് ബ്രോ. ഇല്ല ഒരു സെക്കൻഡ് ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരട്ടെ ബ്രോക്ക്. ഒരു സിറ്റുവേഷൻ വരുമ്പോ ബ്രോ മീറ്റിംഗിന് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ലേ നിനക്കൊന്നും? ബ്രോ നമ്മൾ അല്ലാത്തപ്പോ വഴി മുതുകിലൊക്കെ കാണുമ്പോ നിനക്ക് 4 നാക്കാണല്ലോടാ. നിന്റെയൊക്കെ ലീഡറിനും കോ ലീഡറിനും ഒക്കെ ഇതിപ്പോ നമ്മള് അല്ല ബ്രോ ബ്രോ ഞാൻ കാര്യം പറയട്ടാ. ഇത് ബ്രോ ബേസിക്കാണ്. നമ്മൾ ഈ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനാണ്. അതായത് എന്തിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് മീറ്റിംഗിൽ വരാൻ പറഞ്ഞത്. അപ്പൊ ബ്രോയ്ക്ക് ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ ഇപ്പൊ എല്ലാ സിറ്റുവേഷൻ അങ്ങനെ വന്നാൽ പോരെ ഒറ്റയ്ക്ക് ആർക്കെങ്കിലും? അപ്പൊ ബ്രോയ്ക്ക് കൂടെ മീറ്റിംഗിന് ആ സിറ്റുവേഷൻ പറഞ്ഞാ പോരെ? എന്താണ് സിറ്റുവേഷനിലുള്ള ആള് വേണമെന്ന് പറഞ്ഞിട്ടില്ല. മിനിമം സിറ്റുവേഷനിലുള്ളവർ വരണമല്ലോ. ഓക്കെ ബ്രോയ്ക്ക് അപ്പൊ ഓക്കെ ഞാൻ കാര്യം ചെയ്യട്ടെ. ബ്രോയ്ക്ക് സിറ്റുവേഷൻ പറയാൻ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ബ്രോ ഇപ്പൊ വന്നുകൊണ്ട് ഓക്കെയാണ് ഞങ്ങൾക്ക്.
ശരി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കണ്ണാപ്പിയായിട്ട് സംസാരമായി. സംസാരം ആയില്ല ബ്രോ, സംസാരം ആയില്ല. എന്ത് സംസാരം? സ്റ്റാർട്ടിങ് ഒക്കെ അറിയാലോ എന്താ ബ്രോ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്ര ഒരു മിനിറ്റ്, ബ്രോയ്ക്ക് പറയാൻ മടി ഉണ്ടെങ്കിൽ വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരണം. അറിയാലോ എന്ന് പറയണേ, ആദ്യം തൊട്ട് പറ, സിറ്റുവേഷൻ കേൾക്കട്ടെ ഞങ്ങള്. ആദ്യം തൊട്ട് പറ. ഒറ്റയ്ക്ക് വന്നതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ബ്രോ ചിരിച്ചതിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ബ്രോ സീരിയസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളിപ്പം ടീടെ നിന്ന് കഴിഞ്ഞാലും ഇപ്പൊ കണ്ണാപ്പി ആയാലും 2-3 ആൾക്കാരുണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ, അല്ലാതെ നിങ്ങൾ റേഡിയോയിൽ കോൾ അങ്ങനെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ആനയാണോ? നമ്മൾ ആനയുടെ പാട്ടിട്ട ട്രിഗർ ആന വല്ലോ ഹലോ ബ്രോയ്ക്ക് അറിയാം നിങ്ങൾ എങ്ങനെയാ ട്രിഗർ ആക്കണേ? അതെന്താ ഈ തൃശ്ശൂർ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല? ആന ഇളക്കുന്ന ഞങ്ങൾ ഉത്സവത്തിലൊക്കെ പോകുന്ന ആൾക്കാരെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ടാർഗറ്റ് ചെയ്തിട്ട് അതാ പറഞ്ഞ ബ്രോ, നമ്മൾ ആനപ്രേമികളാണ്. നമുക്ക് ആനയുടെ വീഡിയോ ആനയുടെ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. ഇവന്മാര് ചുമ്മാ സംസാരിച്ച് എമാർക്ക് സമയമൊന്നുമില്ല. എമാര് ചുമ്മാ സംസാരിച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല അല്ലാണ്ട് ഇവന്മാർക്ക് ഇതല്ല ഇവന്മാർ നമ്മൾ കണക്കുന്നല്ല അവന്മാരുടെ ടൈമാ. അവർ റെഡി. ഇത് നമുക്ക് 15 മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇത് സംസാരിച്ച് ഇനി സംസാരിക്കണ്ട. എടാ ഡൊമിനിക്ക, ഇവിടെ കൊണക്കുള്ള സ്ഥലമല്ല കേട്ടോ, നിനക്ക് സ്ഥലം മാറിപ്പോയെന്ന. എടാ നീ ഡൊമിനിക്കാണോ ഇത്? എടാ നീ കുറച്ചു നേരടാ നിന്റെ വായ ചവിട്ടി കീറിയ, മനസ്സിലായ? നീ കൊണക്കാന്നിട്ട് മനസ്സിലായടാ? നിർത്തറ കൊണക്കണ. ഡൊമിനിക്ക് കൊണക്കാൻ വന്നെങ്കിൽ വേറെ പോയി കൊണ. അഡ്മിനെ സിറ്റുവേഷൻ പറയുന്നില്ല അവര്. അതെ ബ്രോ ഞങ്ങൾക്ക് സിറ്റിയിലെ സിറ്റുവേഷൻ എടുക്കാം. നമുക്ക് പല സിറ്റുവേഷൻ എടുക്കാം. ചിരിച്ചു കഴിഞ്ഞ് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, അതൊക്കെ എന്തൊരു സീനാണ് ബ്രോ. ചിരിച്ചല്ല ബ്രോ, അവൻ പറയുന്നതാണ്. നമ്മളൊരാൾ നിൽക്കുന്ന സമയത്ത് നിനക്ക് നീ എന്താ ഇവിടെ നിനക്ക് വല്ല വീട്ടിൽ പോയിരുന്നിട്ടാന്നൊക്കെ പറഞ്ഞ് റേഡിയോ കോൾ സംസാരിക്കലും ഉണ്ടായിരിക്കും. എടാ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് കേട്ടാ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമില്ല. എയർപോർട്ട് വെച്ച് സംസാരിച്ചോണ്ട് പോകണം, ഒരുത്തും ബ്രോ അടുത്ത് സംസാരിക്കുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെ തന്നെ പാട്ടിട്ടാലും മറ്റേ ചിരിച്ചാലും റേഡിയോയിൽ കോൾ കൊടുത്താൽ തല്ലാൻ നീക്കാര് ഗുണ്ടകളോ സിറ്റിയില്? സമയം മതി. നേരെ ഒന്നുമില്ല. നിങ്ങൾക്ക് നേരെ വന്നതിനൊക്കെ 10-14 വട്ടം തല്ലി വിട്ടിട്ടുണ്ട്. എടാ മതിയടാ, എമർക്ക് ഇത്ര സമയമൊക്കെ മതിയടാ കൊടുത്ത കണ്ണാപ്പി. 15 മിനിറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയേ. പക്ഷെ 13 പ്രാവശ്യം കൊടുക്കണം ബ്രോ. ഈ ഭൂപോ ഹലോ ഇതെന്താ പട്ടിയാണ് കൈ നോക്കിക്കണേ? അങ്ങനെ ഒരാളുണ്ടോ നിങ്ങളുടെ? എന്റെ പേര് അത് വായിക്കാൻ കുറച്ച് വ്യത്യാസം. സംസാരിക്കണ്ട എമാർക്ക് എന്താ ചെയ്യട്ടെ? ഞാൻ നിന്റെ അടുത്ത് സിറ്റുവേഷൻ ബോബോയ് വെറുതെ നമ്മളെല്ലാരും വെറുതെ നിൽക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയണ എന്താ?
എന്താ പറയണേ ടൈം ഓവർ കൊടുക്കുന്നേടാ എന്നാൽ ടൈമേ ചുമ്മാ ഇതാക്കുന്നേ മനസ്സിലായില്ലേ ബ്രോ ഞാൻ വെറുതെ നിന്നപ്പോ ഞാൻ നിൽക്കും ഞാനും കിച്ച് എസ് എന്ന് പറയുന്നത് നമ്മള് 3 പേര് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബ്രോ ഇവിടേക്കാണോ വന്ന് നിൽക്കുന്നത് പോയി വീട്ടിൽ പോയി നിന്നൂടെ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല അവനെ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണടാ അല്ല അപ്പൊ 3 പേര് എന്താ കഴിവില്ലാത്തവന്മാരായിരുന്നു എന്തായാലും അണ്ണാ ഇത് സംസാരിച്ചോണ്ടിരുന്ന അവന്മാരും വാദിക്കും നമ്മളും ചുമ്മാ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും മതി നമ്മള് സംസാരിച്ച് കൊണച്ച് കഴിഞ്ഞ് ടൈം കൊടുത്തിട്ട് വിടാം അവന്മാരെ എമ്മ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണ അവന്മാർ ഇവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സോറി കേട്ടോ ആ ഓക്കെ എടാ കണ്ണാപ്പി ഓക്കെ ബ്രോ അപ്പൊ പ്രീവാറിന് നിങ്ങൾ എല്ലാവരും തോറ്റില്ലേ അപ്പൊ എങ്ങനെയാ ബാക്കി എങ്ങനെയാ നിങ്ങൾ ആളുണ്ടാ ഓക്കെ അപ്പൊ എത്ര 15 മിനിറ്റ് ബ്രോ അപ്പൊ ഓക്കെ ബ്രോ 15 മിനിറ്റ് ഷാർപ്പ് 1 മണി അയ്യോ അണ്ണാ അയ്യോ ഒരു മാറി വേണ്ട ഒന്ന് പറഞ്ഞേ കറക്റ്റ് സമയം പറഞ്ഞേ 15 മിനിറ്റ് 12:46 ചന്ദ്ര ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ഉണ്ടേ ബോബോ എങ്ങനെ വിളിച്ചിട്ടുണ്ടേ ബ്രോ അത് 24 മണിക്കൂർ മുമ്പ് നടന്ന സിറ്റുവേഷൻ അതെടുത്ത് ഇത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്രോയ്ക്ക് തന്നെയാണ് അത് മനസ്സിലായ എടാ നിന്റെ വണ്ടി നിന്നോട്ട് വേണമെങ്കിൽ എടുത്തോണ്ട് വാട്ടാ പറയണേ കരയണ ട്രിഗർ ആവണെന്തിനാ ട്രിഗർ ആവണെന്തിനാ നീ നിന്റെ നട്ടലില്ലാത്ത അവനെന്താ വരാഞ്ഞേ ലൈറ്റില്ലല്ലോടാ വണ്ടിയില് വായിലാണോ നിന്റെ എടാ വാ കേറ് കളിച്ചിരിക്ക എടാ 12:46 വാറ് ബി റെഡി അവർക്കല്ലേ വരേണ്ട എടാ ഈ മല ഒരുത്തൻ അപ്പൊ മറ്റേ മലയും കളിച്ചോണം നമ്മളുണ്ട് എടാ ടി ജി എവിടെ ഉണ്ട് കേറാൻ പറ്റില്ലടാ ഇതൊരു കൊണ്ടുപോകുന്ന നടക്കില്ലടാ എടാ കൊണ്ടുപോണ പോലെ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വായടാ ഇവിടെ ഇറങ്ങി അങ്ങോട്ട് കൊണ്ടുവരുവാ വേണ്ട ആ മല വിടരുതേ മറ്റേ മല വിടരുതേ അടിയാ കൊല്ലണവനെ സ്നൈപ്പർ മല നോക്ക് കേറി അവര് കുത്തിച്ചില്ല പേടിച്ചാട്ടാ പേടിച്ചോടി മല കുത്തിയുടെ പെട്ടെന്ന് ഇതേ റോട്ടിൽ നോട്ടി വന്നു മല കുത്ത്
അമ്മയുടെ ഇറങ്ങി ഇറങ്ങി ലെഫ്റ്റ് ഇറങ്ങി നമുക്കാണെങ്കിൽ ഹയ്യാങ്കൾ കുത്താ ഇവിടെ കുത്തിയാ കളിക്കാം. പണ്ണപ്പെട്ട് ഓൾമോസ്റ്റ് സെയിം പോലെ കണ്ട് കളർ കൺഫ്യൂസ്ഡ് ആകുന്നില്ല. ഓക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. ടി ജി ഇവിടെ ഇറങ്ങിക്കൊണ്ട് ഓക്കെ ടി വി മോളിൽ വന്നിട്ട് കവർ എക്ടബിളുണ്ട്. അഡ്മിൻ SRR വിളിക്കുന്നത് ഒന്ന് നോക്കുക ആരെങ്കിലും. കിൻഡി ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. കിൻഡി ജോസഫ് എടുത്തേക്കുന്നത്. ജോഡക്സ് നീലകണ്ഠൻ എടുത്തിട്ടുണ്ട്. ഓക്കെ വില്ല് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. കിലോ ജപ്പൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ടി ജി ബ്രോക്കൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ലെക്സ് പോപ്സ് എടുത്തിട്ടുണ്ട്. ജൂഡ് കൊച്ചുക്കും എടുത്തിട്ടുണ്ട്. ഓക്കെ മോബി വണ്ടി പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ജൂഡ് ജോഡക്ഷൻ എടുത്തിട്ടുണ്ട്. മെസ്ബോയ്ക്കൊക്കെ ബ്രോക്കിനെ ബ്രോക്കിനെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലാസ്റ്റ് പിക്ക് എടുത്തു. ഓക്കെ നീരോ അത്ര പണ്ണി 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 മനസ്സിലായില്ലേ? അവന്റെയൊക്കെ കൂടെ അവന്മാർ ഇനി നാളെ തൊട്ട് അവന്മാരെ സിറ്റിയിൽ കാല് കുത്തല്. അമ്മാതി അടി കൊടുത്തിട്ടുണ്ട്. നാളെ തൊട്ട് അവന്മാർ സിറ്റിയിൽ കാല് കുത്തല്ല. അവന്മാര് കുണ്ണാള് കുണ്ടച്ചിവന്മാര് അവന്മാരൊന്ന് കൊടക്കനാ തെള്ള ഓളികള്. അവന്റെയൊക്കെ അവനൊക്കെ ആളും തരവും നോക്കി വരട്ടെ. നോക്കി വരട്ടെ അവന്മാര് നാളെ തൊട്ട് ആളും തരവും അവന്റെയൊക്കെ. ഇല്ല ബസ് ഞാൻ ഡൗണാ ഞാൻ അവരെ മോളിൽ കുത്തി. ഞാൻ ഡൗണാ. അവന്മാരെ അങ്ങ് കണ്ടന്റ് ഇടുന്നതിന് മുന്നേ അങ്ങ് നമ്മളെ അങ്ങ് ഊമ്പാന്ന് വിചാരിച്ച അവന്മാരങ്ങ് കുണ്ണാള്. അവിടെ നമ്മുടെ ആൾക്കാർ കാണുമെന്ന് കുഴപ്പമില്ല. അവന്മാരെല്ലാം മേളിൽ കുത്തി. അത്രയുള്ള ആടോ ഇടാൻ പറയടാ. കുണ്ണാകത്ത് ആട്ടോ ഇട്ടിട്ട് പോകാൻ പറ. വണ്ടി എടുത്തേ. മണ്ടേന്നൊക്കെ ഇറങ്ങി മല ഇറങ്ങി വരണേ. മുതുക്കി വടാ